ലെബനനെ മാത്രമല്ല ലോകത്തെ മുഴുവൻ ഞെട്ടിച്ച പേജർ സ്ഫോടനത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നു. മാസങ്ങൾക്ക് മുമ്പാണ് 5000 പേജറുകൾ വാങ്ങാൻ ഹിസ്ബുള്ള ഓർഡർ ചെയ്തത്. 5000 തായ്വാൻ നിർമ്മിത പേജറുകളാണ് ഹിസ്ബുള്ള വാങ്ങിയത്. ഈ പേജറുകളിൽ ഇസ്രായേലിൻ്റെ ചാര ഏജൻസിയായ മൊസാദ് ചെറിയ അളവിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ചതായാണ് വിവരം. സംഭവത്തിൽ ഇസ്രായേലിൻ്റെ പങ്ക് ഹിസ്ബുള്ളയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ലെബനനിൽ ഉടനീളം ആയിരക്കണക്കിന് പേജറുകളാണ് ഇത്തരത്തിൽ പൊട്ടിത്തെറിച്ചത്. സംഭവത്തിൽ 15 പേർ കൊല്ലപ്പെടുകയും 3000-ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സ്ഫോടനത്തിൽ നിരവധി ഹിസ്ബുള്ള അംഗങ്ങൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. പേജറുകൾ സൂക്ഷിക്കുന്ന ഇടുപ്പിലാണ്. അതിനാൽ ഇടുപ്പിലാണ് വലിയ പരിക്കുകൾ ഉണ്ടായത്. ചിലരുടെ വിരലുകളും നഷ്ടമായി. പേജറുകൾക്കുള്ളിൽ മൊസാദ് ഒരു ബോർഡ് വച്ചിട്ടുണ്ടായിരുന്നുവെന്നും അതിൽ സ്ഫോടക വസ്തു ഉണ്ടായിരുന്നുവെന്നുമാണ് മാധ്യമങ്ങൾ അധികൃതരെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് കണ്ടെത്തുന്നത് വളരെ ബുദ്ധിമുട്ടാണെന്നും ഏതെങ്കിലും ഉപകരണമോ സ്കാനറോ ഉപയോഗിച്ച് പോലും കണ്ടെത്താനാകില്ലെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇത്തരത്തിൽ പുതിയ പേജറുകളിൽ 3 ഗ്രാം വരെ സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നുവെന്നും മാസങ്ങളോളം ഹിസ്ബുള്ളയ്ക്ക് ഇത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു. ഏറ്റവും വലിയ ഇൻ്റലിജൻസ് പരാജയമാണിതെന്ന് ഹിസ്ബുള്ളയും സമ്മതിച്ചിട്ടുണ്ട്. ഫോണുകൾ ഇസ്രായേലി ചാരന്മാരേക്കാൾ അപകടകരമാണെന്നും അവ തകർക്കുകയോ കുഴിച്ചിടുകയോ ഇരുമ്പ് പെട്ടിയിൽ പൂട്ടുകയോ ചെയ്യണമെന്ന് ഫെബ്രുവരി 13 ടെലിവിഷൻ പ്രസംഗത്തിൽ ഹിസ്ബുള്ള ഗ്രൂപ്പ് സെക്രട്ടറി ജനറൽ ഹസൻ നസ്രല്ല കർശനമായി താക്കീത് ചെയ്തിരുന്നു. ഇതിന് പകരമായാണ് പേജറുകൾ വിതരണം ചെയ്തത്. ഒരു പ്രതിരോധ കവചമായാണ് ഹിസ്ബുള്ളകൾ പേജറുകൾ ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്നത്. പേജറുകളുടെ ലൊക്കേഷൻ എളുപ്പത്തിൽ ട്രാക്ക് ചെയ്യാനാവില്ല. ഇസ്രായേലിൻ്റെ ലൊക്കേഷൻ ട്രാക്കിങ്ങിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഹിസ്ബുള്ള പോരാളികൾ ആശയവിനിമയത്തിന് പേജറുകൾ ഉപയോഗിക്കുന്നത്. തായ്വാൻ ആസ്ഥാനമായുള്ള ഗോൾഡ് അപ്പോളോ നിർമ്മിച്ച 5000 പേജറുകളാണ് ഹിസ്ബുള്ള ഗ്രൂപ്പ് ഓർഡർ ചെയ്തത്. ഈ വർഷം ആദ്യം തന്നെ ഇത് ലെബനനിൽ എത്തിയിരുന്നു. തായ്പേയ് ആസ്ഥാനമായുള്ള സ്ഥാപനത്തിൻ്റെ ബ്രാൻഡ് ഉപയോഗിക്കാൻ അവകാശമുള്ള യൂറോപ്പിലെ ഒരു കമ്പനിയാണ് സ്ഫോടനത്തിന് ഉപയോഗിച്ച പേജറുകൾ നിർമ്മിച്ചതെന്നും ഗോൾഡ് അപ്പോളോ സ്ഥാപകൻ ഹിൻസു ചിങ് കുവാങ് പറഞ്ഞു. പൊട്ടിത്തെറിച്ച ഉൽപ്പന്നം തങ്ങളുടേതല്ലെന്നും അതിൽ തങ്ങളുടെ ബ്രാൻഡ് മാത്രമേ ഉണ്ടായിരുന്നുവെന്നുമാണ് ഗോൾഡ് അപ്പോളോ സ്ഥാപകൻ പറഞ്ഞത്. ഉപകരണങ്ങൾ നിർമ്മിച്ച കമ്പനിയുടെ പേര് പറയാതെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. പശ്ചിമേഷ്യയിൽ പുകയുന്ന സംഘർഷങ്ങൾക്ക് മേൽ എണ്ണയൊഴിക്കുന്ന സംഭവമാണ് നടന്നത്. ഇസ്രായേൽ സ്ഫോടനങ്ങളുടെ സൂത്രധാരൻ സ്ഫോടനം നടന്ന ഉടൻ തന്നെ ഇസ്രായേലാണ് ഇതിന് പിന്നിലെന്ന സൂചനയും പുറത്തു വന്നിരുന്നു. ലെബനൻ പിന്തുണ നൽകുന്ന സായുധ സേന ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം അതിരൂക്ഷമായി തുടരുകയാണ്. ഹിസ്ബുള്ള അടുത്തിടെ നിരവധി ആക്രമണങ്ങളാണ് ഇസ്രായേലിന് നേരെ ലക്ഷ്യമിട്ട് നടത്തിയത്. പേജർ സ്ഫോടനങ്ങളുടെ പശ്ചാത്തലത്തിൽ പശ്ചിമേഷ്യയിൽ സംഘർഷം അതിരൂക്ഷമാകാനാണ് സാധ്യത.